നമസ്കാരം. പലപ്പോഴും നമ്മളെ പറ്റിക്കുന്നവരുണ്ടാകാം, നമ്മൾ പറ്റിക്കുന്നു എന്ന് പറയുന്നവരുണ്ടാകാം. നമ്മൾ സത്യസന്ധരാണെങ്കിൽ ഒന്നിനും നമ്മെ സ്പർശിക്കാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ ഓർക്കണം. നല്ലതാണ് കേട്ടോ. ഒരു കഥ വായിച്ചത് എങ്ങനെയാണ്? ഒരു കർഷകൻ തൻ്റെ കിട്ടുന്ന പാല് കൊണ്ട് വെണ്ണയുണ്ടാക്കി വിൽക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം വെണ്ണയുണ്ടാക്കി അടുത്തുള്ള ഒരു കടയിൽ കൊണ്ടുപോയി കൊടുക്കും. അദ്ദേഹം കൊണ്ടുപോയി കൊടുത്ത് അവിടുന്ന് കാശ് വാങ്ങും, അവിടുന്ന് ബ്രെഡ് വാങ്ങും. അങ്ങനെ കുറച്ച് നാൾ വിറ്റ് കഴിഞ്ഞപ്പോൾ ആ കടക്കാരൻ ഒരിക്കൽ ഈ വെണ്ണ എടുത്ത് തൂക്കി. സാധാരണ 1 കിലോ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന വെണ്ണയ്ക്ക് അത്ര തൂക്കമില്ല. അദ്ദേഹം ഈ കർഷകനുമായിട്ട് ഉടക്കി. അയാൾ കേസ് കൊടുത്തു. അങ്ങനെ കേസ് കോടതിയിലെത്തിയപ്പോൾ കോടതിയിൽ വെച്ച് ജഡ്ജി ചോദിച്ചു, താങ്കൾ ഇദ്ദേഹത്തെ ഇത്ര നിങ്ങൾ പറ്റിക്കുകയായിരുന്നല്ലേ? അപ്പോൾ ഈ കർഷകൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഒരിക്കൽ പോലും അദ്ദേഹത്തെ പറ്റിക്കണമെന്ന് ചിന്തിച്ചിട്ടുമില്ല, ഒരിക്കൽ പോലും പറ്റിച്ചിട്ടുമില്ല. അപ്പോൾ കോടതി പറഞ്ഞു, ഇത് കൃത്യമായിട്ട് അറിയാമല്ലോ, താങ്കൾ കൊടുക്കുന്ന വെണ്ണ 1 കിലോ ഇല്ല, താങ്കൾ ഇത്ര തന്നെയല്ലേ കൊടുക്കാറ്? അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ ഇത്ര തന്നെയാണ് കൊടുക്കാറ്, പക്ഷെ ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ പറ്റിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഇതെങ്ങനെ സാധിക്കും? അപ്പോൾ ഈ കർഷകൻ ഇങ്ങനെ പറഞ്ഞു, സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ തൂക്കുന്ന മെഷീനൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ കടയിൽ നിന്ന് വാങ്ങുന്ന ഈ ബ്രെഡ് വെച്ചിട്ടാണ് ഞാൻ തൂക്കം പരിശോധിക്കുന്നത്. ആ ബ്രെഡിൻ്റെ തൂക്കം എന്തോരമുണ്ടോ അത്രയും വെണ്ണയാണ് ഞാൻ അദ്ദേഹത്തിന് 1 കിലോയായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാനൊരിക്കലും അദ്ദേഹത്തെ പറ്റിച്ചിട്ടില്ല. കോടതിക്ക് കാര്യം മനസ്സിലായി. യഥാർത്ഥത്തിൽ പറ്റിച്ചുകൊണ്ടിരുന്നത് ആ കടക്കാരനാണ്. കാരണം കടക്കാരൻ ചെയ്യുന്നത് ശരിയാണെന്ന് കരുതിയാണ് ഇയാൾ അങ്ങനെ ആയിപ്പോയത്. സ്നേഹം നിറഞ്ഞവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു പക്ഷേ നമ്മെ കണ്ട് നമ്മെപ്പോലെ ആകാൻ ആഗ്രഹിക്കുന്ന കുറേ പേരെങ്കിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ചുറ്റുപാടൊക്കെ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് അത് അവരാവർത്തിക്കുമ്പോൾ ഒരു സമൂഹത്തിലെ വലിയ തെറ്റായിട്ട് മാറുകയാണ്. അതുകൊണ്ട് ഒരു ചിന്ത കൊണ്ട് പോലും, ഒരു പ്രവൃത്തി കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ പോലും നമ്മിൽ നിന്ന് തെറ്റായിട്ടുള്ള കാര്യങ്ങളില്ലാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു.